വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഷൈൻ ടോം ചാക്കോയെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ തിരികെ എത്തിച്ചിരിക്കുകയാണ്. എന്തൊക്കെ നടപടികളിലേക്കായിരിക്കും കടക്കുക? എന്താണ് ഏറ്റവും പുതിയ വിവരം? ജയലക്ഷ്മി, വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഷൈൻ ടോം ചാക്കോയെ ഇപ്പോൾ തിരികെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനി ജാമ്യത്തിൽ വിടുക എന്നതാണ് പോലീസിൻ്റെ നടപടിക്രമം. ആ നടപടിക്രമം പൂർത്തീകരിക്കുക എന്നുള്ള ഒരു താമസം മാത്രമാണ് ഇനിയുള്ളത്. എന്തായാലും ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന കേസുകൾ സ്റ്റേഷൻ ജാമ്യത്തിൽ ഒരാളെ വിടാവുന്ന കുറ്റം മാത്രമാണ് ഉള്ളത്. അത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കേണ്ട ആവശ്യം നിയമപ്രകാരമില്ല. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയും എന്നൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. ആ ചോദ്യം ചെയ്യൽ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഈ വൈദ്യപരിശോധന ഫലം വരിക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വൈദ്യപരിശോധന ഫലം വരാൻ എത്ര സമയമെടുക്കും? പിന്നിൽ ഇപ്പോൾ ഇന്നലെ പിതാവ് സംസാരിക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അറിഞ്ഞ ഉടനെ ആ നോട്ടീസ് സെർവ് ചെയ്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് വീട്ടിലെത്തി നോട്ടീസ് നൽകുമ്പോൾ പറഞ്ഞത് ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കേണ്ടല്ല, കേസൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, കേസ് വരട്ടെ, എന്നിട്ടല്ലേ അഭിഭാഷകനെയൊക്കെ നിശ്ചയിക്കുന്ന കാര്യം തീരുമാനിക്കുക. അത്രത്തോളം ഒരു ആത്മവിശ്വാസമോ പരിഹാസമോ ഒക്കെ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. ഷൈൻ തന്നെ നേരിട്ട് പറയുകയാണ് ഇങ്ങനെയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന്. ഈ പരിശോധനാ ഫലം എപ്പോഴേക്ക് ലഭിക്കും? പോലീസിന്റെ തുടർ നടപടികൾക്ക് ഇനി എത്രത്തോളം വേഗത പ്രതീക്ഷിക്കണം? രതീഷ, ഇപ്പോഴുള്ള ഈ വൈദ്യപരിശോധന ഫലം അത് എളുപ്പത്തിൽ ലഭിക്കുന്ന കാര്യമല്ല, കുറച്ച് സമയമെടുക്കും. പ്രത്യേകിച്ച് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതറിയാനുള്ളൊരു പരിശോധനയാണ്. കുറഞ്ഞതൊരു 2 ആഴ്ചയെങ്കിലും അതിന് കാത്തിരിക്കേണ്ടി വരുമെന്ന സൂചനകളാണുള്ളത്. എന്തായാലും ആ തലമുടിയും സ്രവവുമാണ് പരിശോധനയ്ക്ക് എടുത്തിരിക്കുന്നത്. അത് ഈ 2 വസ്തുക്കളുടെയും പരിശോധനാ ഫലത്തിന് കൃത്യമായ ഒരു സമയപരിധിയുണ്ട്. കാരണം ശാസ്ത്രീയമായൊരു പരിശോധനയാണ് അവിടെ നടക്കേണ്ടത്. പ്രത്യേകിച്ച് ഷൈൻ ടോമിനെ ഓടി രക്ഷപ്പെട്ട സമയം കഴിഞ്ഞതാണ് 48 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയൊരു ലഹരി പരിശോധനാ ഫലം അത് എത്രമാത്രം പ്രസക്തമാകുമെന്ന ചോദ്യം ഉണ്ട്. വളരെ വലിയ രാസലഹരികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തലമുടിയിൽ അതിൻ്റെ ഫലം ദിവസങ്ങൾ നിലനിൽക്കും എന്നതാണ് വിദഗ്ധരൊക്കെ പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ മാത്രമേ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പരിശോധന കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടാകുകയുള്ളൂ. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ വൈദ്യപരിശോധന നടത്താതിരിക്കാൻ കഴിയില്ല. കാരണം ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തന്നെ ഷൈൻ ടോം ചാക്കോ ആ ഹോട്ടലിൽ വെച്ച് ലഹരി ഉപയോഗിച്ചു. ഈ ഹോട്ടലിൽ ഡാൻസ് ഓഫ് സംഘം എത്തിയെന്ന വിവരം ചോർന്ന് ലഭിച്ചതിന് ശേഷമാണല്ലോ വിൻഡോയിലൂടെ ചാടി പാരപ്പറ്റിലൂടെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി അവിടെ നിന്ന് ഓടി ചാടി ഇറങ്ങി 3 നില കടന്ന് നേരെ ഒരു ബൈക്കിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ പുറത്തുവിട്ടത്. ഈ ഡാൻസ് ഓഫ് സംഘം പിന്നിൽ പറഞ്ഞ പോയിന്റിലേക്കാണ്. ആ ഡാൻസ് ഓഫ് സംഘം എത്തുമ്പോൾ 20,000 രൂപയുടെ ലഹരി ഇടപാട് അവിടെ നടന്നു എന്ന നിലയിലാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. 20,000 രൂപയുടെ ഇടപാട് നടന്നത് അത് ലഹരിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്നതാണോ? അക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടോ? രതീഷ്, ഇപ്പോൾ ഈ FIRന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണത്തിൽ പുറത്തു വരേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ രതീഷ് സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില സൂചനകളുണ്ട്. ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ FIRലേക്ക് അവർ പോയിരിക്കുന്നത്. ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം അത് പോസിറ്റീവായി വന്നാൽ മാത്രമാണ് ഈ കേസ് നമുക്ക് പൂർണ്ണമായും നിലനിൽക്കുമെന്ന് പറയാൻ കഴിയുക. അല്ലാത്ത പക്ഷം ഈ കേസുമായിട്ട് പോലീസിന് അധികം മുന്നോട്ട് പോകാനും കഴിയില്ല. പ്രത്യേകിച്ച് കൃത്യമായ തെളിവുകൾ വേണം. അതായത് ഈ NDPS കേസുകളുടെ ഒരു പ്രത്യേകത എന്നത് അതിൽ വളരെ വലിയ ശിക്ഷയാണുള്ളത്. ഓരോ കേസുകൾക്കും അതിൻ്റെ ഗൗരവത്തിനനുസരിച്ച്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യവസ്ഥകളും വളരെ സങ്കീർണവും ആയിട്ടുള്ള വ്യവസ്ഥകളാണ്. എന്തുകൊണ്ട് ഈ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ തന്നെ വളരെ ശാന്തനായ ഒരു കുട്ടിയെപ്പോലെ തന്നെയാണ് ഷൈൻ ടോം ചാക്കോയുടെ പെരുമാറ്റം ആദ്യം തൊട്ട് ഇപ്പോൾ വരെയും. അപ്പോൾ കൃത്യമായ ബോധ്യം നേരത്തെ അടക്കം ഇത്തരം കാര്യങ്ങളിൽ ഒരുപക്ഷെ ഷൈൻ ഉണ്ടായിരിക്കാം. ഏതറ്റം വരെ പോകും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന കാര്യത്തിൽ അത്തരത്തിലൊരു ആത്മവിശ്വാസമായിരിക്കുമോ അയാളെ കൊണ്ട് ഇങ്ങനെ ഒരു പെരുമാറ്റത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക? ഇപ്പോഴും അയാൾ അതേ രീതിയിൽ തന്നെയാണോ പോലീസ് സ്റ്റേഷനിൽ തുടരുന്നതും? ജയലക്ഷ്മി, എവിടെ എങ്ങനെ പെരുമാറണമെന്ന് നന്നായി അറിയാവുന്നയാളാണ് ഷൈൻ ടോം ചാക്കോ. അത് നമുക്ക് അയാളുടെ മുൻ പെരുമാറ്റങ്ങളിൽ നിന്നും അറിയാം. മുൻപ് 2015 ഈ ഷൈൻ ടോം ചാക്കോയെ കടവന്തറ പോലീസ് കൊക്കൈൻ കേസിൽ പിടിക്കുമ്പോൾ ആ സമയത്തും ഞാൻ ആ സ്റ്റേഷനിലൊക്കെ പോയിട്ടുള്ള ഒരാളാണ്. ഷൈൻ ടോം ചാക്കോയെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് ഇതുപോലെ വളരെ മര്യാദക്കാരനായി പോകുന്ന ഷൈൻ ടോം ചാക്കോയെയാണ് നമ്മൾ അവിടെയും കണ്ടിട്ടുള്ളത്. കാരണം പോലീസ് സ്റ്റേഷനിൽ വന്ന സാധാരണ ഇൻ്റർവ്യൂകളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുന്ന കോപ്രായങ്ങളൊക്കെ കാണിക്കാൻ കഴിയും
കഴിയില്ല എന്ന് കൃത്യമായ ബോധ്യമുള്ളയാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഷൈൻ്റെ ഈ ഓട്ടത്തിലും നമുക്ക് സംശയിക്കേണ്ടത്. കാരണം അവിടെ ഒളിക്കാൻ ഒന്നുമില്ല എങ്കിൽ ഷൈൻ ടോം ചാക്കോ ആ മുറി തുറന്ന് വന്ന് പോലീസിന് മുന്നിൽ നിന്ന് മറുപടി നൽകുന്ന ഒരാൾ തന്നെയാണ്. അവിടെ നിന്ന് ഓടിയിരിക്കുന്നത് എന്തായാലും അവിടെ എന്തോ ഒളിക്കാനുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പായി സംശയിക്കാം. കാരണം ആ ഓട്ടം ചെന്ന് നിന്നത് ബോൾഗാട്ടിയിലെ ഒരു ഹോട്ടലിലാണ്, പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ്. അവിടെ ഏതാണ്ട് 2 മണിക്കൂർ മാത്രമാണ് മുറിയിൽ താമസിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് വീണ്ടും രക്ഷപ്പെട്ടു. അപ്പോൾ ആ പോലീസ് പിന്നാലെ വരും എന്ന കൃത്യമായ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടെ നിന്നും രക്ഷപ്പെട്ട് തമിഴ്നാട്ടിലെത്തി നിന്നത്. അവിടെ നിന്ന് ഇപ്പോൾ തിരിച്ചു വരികയും ചെയ്തത്. ആ ഓട്ടവും തിരിച്ചുവരവും ഒക്കെ തന്നെ പരിശോധിച്ചാൽ അതിൽ അസ്വാഭാവികതയുണ്ട്. ആ അസ്വാഭാവികതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. റീസണബിൾ ഡൗട്ടാണ് പോലീസിന് ഉണ്ടായിരിക്കുന്നത്. കാരണം ആ പോലീസിൻ്റെ പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെ ഈ ഓട്ടം എന്നത് അവർക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ആ കേസിൻ്റെ ഭാവി എന്തായിരിക്കും എന്നത് ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം പോസിറ്റീവായാൽ പോലീസിന് ഗുണമാകും. അല്ലാത്ത പക്ഷം പോലീസിന് ആ കേസുമായി അധികം മുന്നോട്ട് പോകാനും കഴിയില്ല. അല്ലെങ്കിൽ കൃത്യമായി സാക്ഷിമൊഴികൾ വേണം. ആ ഹോട്ടലിൽ ഷൈൻ ടോം ചാക്കോയെ കണ്ടവർ കൃത്യമായി മൊഴി നൽകണം. ഷൈനെ 3 പേർ ആ ഹോട്ടൽ മുറിയിലെത്തി കണ്ടിട്ടുണ്ട് എന്നതാണ് പോലീസിന് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാകുന്നത്. അവരെ അടക്കം ഇനി ചോദ്യം ചെയ്യും.